ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തെക്കുറിച്ച് സമഗ്രമായ അവബോധം ആവശ്യമാണെന്നും ജലസംരക്ഷണം, വിനിയോഗം എന്നിവയിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തുടനീളം സ്വച്ഛതാ ഹി സേവ അഭിയാന് തുടക്കം. എറണാകുളം ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ ജാഗ്രത തുടരുന്നു. രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷി മർലേനയെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജി സമർപ്പിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ അവസാന ഘട്ടത്തിൽ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ തുടർച്ചയായ രണ്ടാം സ്വർണം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ജലസംരക്ഷണത്തെക്കുറിച്ച് സമൂഹത്തിൽ സമഗ്രമായ അവബോധം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജലസംരക്ഷണം, ജലവിനിയോഗം എന്നിവയിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ജലവിഭവ മേഖലയിലെ വികസനം ചർച്ച ചെയ്യുന്ന 8ാമത് ഇന്ത്യ ജലവാരം 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമഗ്ര ജലവികസനത്തിനും പരിപാലനത്തിനുമുള്ള പങ്കാളിത്തവും സഹകരണവുമാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ ഭുവനേശ്വറിൽ 2800 കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികളും 1000 കോടിയിലധികം രൂപയുടെ ദേശീയപാതാ പദ്ധതികളും അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഒഡീഷ സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ സുഭദ്ര പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കമിടും. 1 കോടിയിലധികം സ്ത്രീകൾക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. നേരത്തെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 തുടക്കമായി. രാജസ്ഥാനിലെ ജുൻജുനുവിൽ സ്വച്ഛതാ ഹി സേവ അഭിയാൻ പരിപാടിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. ശുചിത്വ യജ്ഞത്തിന് ലഭിക്കുന്ന വർദ്ധിച്ച ജനപങ്കാളിത്തവും പിന്തുണയും ശക്തമായ പൌരബോധത്തെയാണ് കാണിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സ്വച്ഛതാ പക്വാഡയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ, എൻസിസി കേഡറ്റുകൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തുടനീളം ശുചിത്വ മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ ജീവനക്കാർ സ്വച്ഛതാ പ്രതിജ്ഞയെടുത്തു. സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ 175 പേർ സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അങ്കണവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകി. നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിനെ നിയോഗിച്ചു. ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ സർവേ തുടങ്ങി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 175 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. 13 സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ്. 13 പേരുടെയും സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പരിശോധിച്ചത്. ഹയസ്റ്റ് റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 26 പേരെയാണ്. ആ 26 പേർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. മങ്കി പോക്സ് ലക്ഷണങ്ങളോടെ ഒരാൾ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്ത് നിന്നെത്തിയ എടവണ്ണ സ്വദേശിയാണ് ചികിത്സ തേടിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ രോഗം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക അറിയിച്ചു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡിഎംഒ പറഞ്ഞു. വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരും. നിലവിൽ പ്രദേശവാസികൾക്ക് അവരുടെ സാധന സാമഗ്രികൾ എടുക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കായി മാത്രമേ പ്രവേശനമുള്ളൂ. വിനോദസഞ്ചാരികൾ ദുരന്തമേഖല സന്ദർശിക്കുന്നത് അനുവദിക്കില്ല. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലേനയെ തിരഞ്ഞെടുത്ത് ആം ആദ്മി പാർട്ടി. പാർട്ടി എംഎൽഎമാരുടെ നിർണായക യോഗത്തിൽ ശ്രീ അരവിന്ദ് കെജ്രിവാളാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകുന്ന അതിഷി നിലവിൽ കേജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ടൂറിസം, പൊതുമരാമത്ത് മന്ത്രിയാണ്. വൈകിട്ട് ശ്രീ കേജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി നൽകുമെന്നാണ് സൂചന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 74ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ.
കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികളോടെയാണ് വിശ്വകർമ്മ ജയന്തി കൊണ്ടാടുന്നത്. BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇന്ന് ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുകയാണ്. ലോകനന്മയ്ക്കായി സമർപ്പണഭാവത്തോടെ തൊഴിൽ ചെയ്യുക എന്നതാണ് വിശ്വകർമ്മ ജയന്തിയുടെ സന്ദേശം. വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യം അറിയിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിന് ഇവർ നൽകുന്ന സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി എന്ന സുനിൽ NSന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. 7.5 വർഷത്തിനു ശേഷമാണ് ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നത്. വിചാരണ നീണ്ടുപോകുന്നത് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാളെ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3:30-നാണ് മത്സരം. തുടർച്ചയായ 2ാം സ്വർണം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സെമിയിൽ ഇന്ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. 2ാം സെമിയിൽ കൊല്ലം സെയിലേഴ്സ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളെയാണ് ഫൈനൽ. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ പുലികളി നാളെ വൈകിട്ട് തൃശൂരിൽ നടക്കും. ഓരോ പുലികളി സംഘങ്ങളുടെയും ഇത്തവണത്തെ ചമയങ്ങളും ഒരുക്കങ്ങളും എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂരിലെ പുലിക്കളിക്ക് അരനൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ചമയങ്ങളോടെ അരമണിക്കിലുക്കി വാദ്യഘോഷത്തോടെ നഗരത്തിലേക്ക് നൃത്തച്ചുവട് വെച്ചിറങ്ങുന്ന പുലിക്കൂട്ടത്തെയും വേട്ടക്കാരെയും കാണാൻ പതിനായിരങ്ങളാണ് ശക്തന്റെ തട്ടകത്തിലേക്ക് എത്തുക. എല്ലാ ദേശങ്ങളും പുലിക്കളിയുടെ ആവേശത്തിലാണ്. പുലിക്കളി കലാകാരന്മാരുടെ വർഷം തോറുമുള്ള കാത്തിരിപ്പാണ് നാളെ നടക്കാനിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ പുലികൾ ഒരുങ്ങിത്തുടങ്ങും. കാനാട്ടുകര, സീതാറാംമേൽ, പാട്ടൂരാക്കൽ, ചക്കാമുക്ക്, ശങ്കരൻകുളങ്ങര, വിയൂർ യുവജന സംഘം, വിയൂർ സെന്റർ എന്നിങ്ങനെ 7 സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിക്കിറങ്ങുന്നത്. അവസാനഘട്ട ഒരുക്കത്തിലാണ് ഓരോ ദേശങ്ങളും. പുലിക്കളിക്കുള്ള എല്ലാ ക്രമീകരണവും പൂർത്തിയായതായി തൃശൂർ മേയർ MK വർഗീസ് അറിയിച്ചു. പുലിക്കളിക്ക് തൃശൂർ കോർപ്പറേഷൻ നൽകുന്ന ധനസഹായം ഇത്തവണ 25% വർദ്ധിപ്പിച്ചതായും മേയർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി ഉത്സവത്തിന് തുടക്കമായി. അവിട്ടം നാളിൽ ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി പകർന്ന അഗ്നി പടയണി ആചാര്യൻ ചൂട്ടുകറ്റയിലേക്ക് പകർന്നുവാങ്ങി പടയണിക്കളത്തിൽ എത്തിച്ച ശേഷം ചേരമാൻ പെരുമാൾ സ്മാരകത്തിൽ ചെന്ന് അനുവാദം ചോദിച്ചു മടങ്ങിയതോടെയാണ് പടയണിക്ക് തുടക്കമായത്. ഒക്ടോബർ 1-ന് പൂരം പടയണിയോടെ ഉത്സവത്തിന് പരിസമാപ്തിയാകും. മുൻഗണനാ വിഭാഗങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നാളെ പുനരാരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ ഈ മാസം 24 വരെ മസ്റ്ററിംഗ് നടക്കും. 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ വകുപ്പ് നൽകിയ കണക്കുകളിൽ കൃത്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുരന്തത്തെ നേരിടാൻ സർക്കാരിനൊപ്പമാണ് പ്രതിപക്ഷമെന്നും കണക്കുകൾ സംബന്ധിച്ച വാർത്തകൾ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള കള്ള പ്രചാരണമാണിതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 77 പോയിന്റ് നേട്ടത്തിൽ 83,064-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 30 പോയിന്റ് ഉയർന്ന് 25,414-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 6,865 രൂപയും പവന് 54,920 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണത്തെക്കുറിച്ച് സമഗ്രമായ അവബോധം ആവശ്യമാണെന്നും ജലസംരക്ഷണം, ജലവിനിയോഗം എന്നിവയിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തുടനീളം സ്വച്ഛതാ ഹി സേവ അഭിയാന് തുടക്കം. എറണാകുളം ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ ജാഗ്രത തുടരുന്നു. രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷി മർലേനയെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജി സമർപ്പിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ അവസാനഘട്ടത്തിൽ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ തുടർച്ചയായ 2ാം സ്വർണം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.